പറഞ്ഞിട്ട് പെട്ടെന്ന് ഇരുന്ന് മുഷിച്ച് ലോകയ്ക്ക് വേണ്ടി ഒരു പ്രാവ് പച്ച ഒലിവിലയുമായി അതിനകത്ത് കടന്നു വന്നെങ്കിൽ നിനക്കുള്ള ദൂത്, നിനക്കുള്ള വിടുതൽ, നിനക്കുള്ള നന്മ, നിനക്കുള്ള വാഗ്ദത്തം അവൻ നിവർത്തീകരിക്കും. ഞാൻ ദൈവത്തിന്റെ പദ്ധതി പ്രകാരമുള്ളവനാണ്. ഞാൻ ദൈവത്തിന്റെ പദ്ധതി പ്രകാരമുള്ളവനാണ്. ഞാൻ അവന്റെ മഹത്വത്തിനായി ജീവിതം. ഞാൻ അവന്റെ മഹത്വം അനുഗ്രഹിക്കപ്പെടും. ഞാൻ അവനെ പ്രാപിക്കും. തിന്മ കാണത്തില്ല. ആത്മാക്കളെ കൊയ്യും. ഞാൻ ദൈവത്തിന് വേണ്ടി ശോഭിക്കുന്ന നന്മകൾക്കായി സ്തോത്രം പറയാം. ഇന്ന് രാത്രി കൽപ്പിക്കുന്ന വാഗ്ദത്തങ്ങൾക്കായി സ്തോത്രം പറയാം. അവയെ കർത്താവേ, നീ ഞങ്ങളുടെ മേൽ ചില പദ്ധതികൾക്കായി സ്തോത്രം പറയുന്നു. ഇന്ന് രാത്രി ഞാൻ കേട്ട ആ ദൂതിനായി ഞാൻ സ്തോത്രം പറയുന്നു. കർത്താവേ, നീ ഞങ്ങളെ കുറിച്ചുള്ള വലിയ പദ്ധതി ഉണ്ടെന്ന് ഞാൻ സ്തോത്രം പറയുന്നു. അവൻ ഞങ്ങൾ പോയാലും ഞങ്ങളെ വിടാത്തൊരു ദൈവം, ഞങ്ങളോട് കൂടെ ഇരിക്കുന്നൊരു ദൈവം, ഞങ്ങളോട് നമ്മെ തിരക്കി വരുന്നൊരു ദൈവം, ഞങ്ങളെ കണ്ടുപിടിക്കുന്നൊരു ദൈവം, എവിടെ മറഞ്ഞിരുന്നാലും അവിടെ വെളിപ്പെടുന്നൊരു ദൈവം. ഇന്ന് രാത്രി ഞങ്ങൾ നടക്കുന്ന സ്വർഗ്ഗരാജ പ്രവചിതനായ അത്ഭുതങ്ങൾക്കായി സ്തോത്രം. പൂർണ്ണ ശക്തിയോടെ അയച്ചാട്ടെ. പ്രാർത്ഥനകളെ നന്ദി. യേശു ക്രിസ്തുവിന്റെ പ്രാർത്ഥനകൾ സ്വർഗ്ഗീയ നല്ല പിതാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യം, നമ്മള് പിന്മാറിയാലും ദൈവം നമ്മളെ വിട്ട് മാറില്ല. കാരണം അതിനർത്ഥം ഞാനും നിങ്ങളും ദൈവം വിളിച്ചത് ദൈവത്തിന്റെ മഹാപദ്ധതിയായിട്ട്. ദൈവം വിളിക്കാത്ത ആരും ഇതിനകത്തില്ല, ഇല്ലെന്ന് ഉറപ്പാണ്. എത്ര തവണ ഞാൻ ഈ വേല വിട്ട് ഓടിയതാണ്. എവിടെ ഓടി ഒളിച്ചാലും അവിടെ ഞാൻ ഈ കർത്താവോട് നിൽക്കുന്നതാണ്. അപ്പോഴൊന്ന് മനസ്സിലായില്ല, എന്താ കർത്താവേ, ആരെല്ലാം വിട്ടാലും നീ എന്നെ ഒന്ന് വിട്, നിന്നെ ഞാൻ വിടത്തില്ല. ഇന്ന് രാത്രി ഇരിക്കുന്ന ഓരോ, അത് എന്റെ മേൽ വെക്കേണ്ട വാഗ്ദത്തം, അത് നിങ്ങളുടെ മേൽ കേട്ട വാഗ്ദത്തം, അത് തന്നെയാണ്. ഇന്ന് രാത്രി ആ വാഗ്ദത്തം പിടിച്ചോണ്ട് പോകാം. പറയുക, ഈ 2025 പറയണം, ഓരോ ദിവസം പറയണം, എന്റെ മേലുള്ള ആ വാഗ്ദത്തം കൊയ്ത്ത ഈ ആണ്ടിൽ നിറവേറും. ഈ ആണ്ടിൽ ഞാൻ എന്റെ സ്വപ്നം കാണും. ആ സ്വപ്നത്തിലേക്ക് ഞാൻ എത്തിച്ചേരും. വിശ്വാസത്തിൽ ആമേൻ. ഇന്ന് രാത്രി മുറുകെ പിടിച്ചുകൊണ്ട് ഏറ്റു പറഞ്ഞുകൊണ്ട് ആമേൻ. യേശു കർത്താവ് നടന്നു പോകുമ്പോ ഒരു സ്ത്രീ ആമേൻ, എന്തോ എത്ര വർഷം, 12 വർഷം ആമേൻ, രക്തസ്രാവമുള്ള ഒരു സ്ത്രീ നടന്നു പോവാ. യേശുവിന് ആ സ്ത്രീയെ കാണാൻ പറ്റുന്നില്ല. കാരണം ആ സ്ത്രീ നിൽക്കുന്നത് യേശുവിന്റെ പുറകിലാണ്. യേശുവിന്റെ പുറകിലാണ് ആ സ്ത്രീ നിൽക്കുന്നത്. യേശുവിന് ആ സ്ത്രീയെ കാണാൻ പറ്റുന്നില്ല. പക്ഷെ സ്ത്രീ പറയുന്നത്, യേശു എന്നെ കണ്ടില്ലെങ്കിലും ഞാൻ അവനെ തൊടും. യേശു എന്നെ കാണണ്ട, യേശു എന്നോട് മുഖം തിരിച്ചു നിന്നാലും ഞാൻ അവനെ തൊടും. എന്റെ വാഗ്ദത്തമാണ്. ആ വിശ്വാസം എനിക്ക് അവരിക്കണം. യേശുവിന്റെ പുറകിൽ നിൽക്കുന്ന ആ സ്ത്രീ പറയാണ്, യേശു എന്നെ കണ്ടില്ല, ആമേൻ, ഞാൻ ആരും യേശുവിനെ അറിയില്ല, പക്ഷെ ഞാൻ ആ വസ്ത്രം തൊടും, തൊട്ടാൽ ഞാൻ സൗഖ്യമാകും. രാത്രി ഈ എത്ര പറയും, യേശു എന്നെ കണ്ടില്ലെങ്കിലും, യേശു യേശുവിനെ കാണാൻ കഴിയില്ലെങ്കിലും, എന്റെ വിശ്വാസത്തിൽ എന്റെ വാഗ്ദത്തം ഈ ആണ്ടിൽ എന്റെ കരം കൊണ്ട് തൊടും.
നഷ്ടപ്പെട്ട ബാധ്യത മടങ്ങി വരും. സഹോദരിക്ക് നഷ്ടപ്പെട്ടത് അവളുടെ ആരോഗ്യം മടങ്ങി വന്നു, അവളുടെ ശരീരം മടങ്ങി വന്നു, അവളുടെ ജീവിതം മടങ്ങി വന്നു. ഇന്ന് നമുക്കൊരു പേരുണ്ട്, ഒരു അഡ്രസ് ഉണ്ട്. നിനക്ക് പേരിന്റെ അഡ്രസ് ഇല്ലേ? ഇന്ന് രാത്രി ഓർത്തതിന്റെ വിശ്വാസത്തിൽ പറ, നിന്റെ അഡ്രസ്സിനെ തിരുത്തുന്ന ദൈവം, നിന്റെ പേരിനെ തിരുത്തുന്ന ദൈവം. ഒരു നല്ല സ്തോത്രം പറയാം. സ്തോത്രം, സ്തോത്രം. ഈ ബലത്തോടെ ഞാൻ അയക്കണം, വിശ്വാസത്തിൽ നമ്മൾ നിറയ്ക്കണം. യേശു ക്രിസ്തു മുഖാന്തരം പ്രാർത്ഥന സ്വർഗ്ഗ പിതാവേ, പ്രാർത്ഥനയുടെ സ്തോത്രം ചെയ്യാം, കൂട്ടായ്മയ്ക്കായി സ്തോത്രം ചെയ്യാം. സ്തോത്രം ചെയ്യാം, ഒരു പുതിയ വർഷം നൽകിയ സ്തോത്രം ചെയ്യാം, ബാധ്യത നൽകിയ സ്തോത്രം ചെയ്യാം, എല്ലാ കൂട്ടായ്മയുടെ അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം ചെയ്യാം. ഈ വർഷം 2025 യേശുവിന്റെ രക്തം കൊണ്ട് ഇന്ന് രാത്രി ഞങ്ങൾ മുദ്രയിട്ട അവകാശമകളെ സ്തോത്രം ചെയ്യാം. 365 ദിവസവും വിശ്വാസത്തിന്റെ നാളുകളായി മാറും. ഞങ്ങൾ അറസ്റ്റ് ചെയ്യാം യേശുവിന്റെ നാമത്തിൽ. 365 ദിവസത്തെ അറസ്റ്റ് ചെയ്യാം. ഇനി അവൻ ഏത് ദിവസം ഉണ്ടോ നോക്കണം. ഒരു കാര്യം പറഞ്ഞു, ഒരു അമ്മച്ചി വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ച സമയത്ത് മകൻ അമേരിക്കയ്ക്ക് പോയി ആ പോയ സമയം കഴിഞ്ഞ് പെട്ടെന്ന് രാത്രി 8 മണിയാകുമ്പോൾ ഒരു വാർത്ത, ആ മകൻ പോയ വിമാനം അറ്റ്ലാന്റിക്കിനോട് സമീപമുള്ള മരുഭൂമിയിൽ തകർന്നു വീണു. ദൈവത്തിന് ആത്മാവ് പറയാ, തകർന്നു വീണു. ഒരു കാണുക, ഈ വിമാനം തകർന്നു വീഴുന്ന ഈ അമ്മച്ചി കണ്ടുണ്ട് ചാടി എഴുന്നേറ്റ്. അമ്മച്ചി പറഞ്ഞ പദം ഇതാണ്, In the name of Jesus, I arrest my son. യേശുവിന്റെ നാമത്തിൽ എന്റെ മകനെ ആ അപകടത്തിൽ നിന്നും ഞാൻ അറസ്റ്റ് ചെയ്യുന്നു. വാർത്ത പിറ്റേന്ന് രാവിലെ പറഞ്ഞു, ആ വിമാനത്തിന്റെ ഏറ്റവും പുറകിൽ ഒരു കോർണറിൽ ഒരേ ഒരുവൻ മാത്രമേ ജീവനുള്ളൂ. അത് ഈ മാതാവിന്റെ മകനാണ്. ഇന്ന് രാത്രി ദിവസത്തെയും യേശുവിന്റെ നാമത്തിൽ ദൈവസഭ അറസ്റ്റ് ചെയ്ത് മാറ്റിയിരിക്കുകയാണ്. അവന് ഇനി ഈ ദിവസങ്ങളില്ല. അമ്മ പറയാമോ? എത്ര അമ്മ പറയുന്നു? അമ്മേ, നാം ഭക്ഷണം കഴിച്ച് വിശ്രമിച്ച് സന്തോഷം പോകുന്നു. ഇത് അകത്ത് കിടന്ന് തിളക്കണം. ഇവിടെ അകത്ത് കിടന്ന് തിളക്കണം. അവിശ്വാസം കേട്ടാൽ അതിനെ ശാസിക്കണം. നമ്മൾ പോകുന്നില്ല, ഫുഡ് കഴിച്ച് തിരിച്ചു വരും. ന്യൂ ഇയർ ഗിഫ്റ്റ് ഒക്കെ എക്സ്ചേഞ്ച് ചെയ്യണം. അതൊക്കെ കൊണ്ട് എല്ലാം കഴിച്ച് സന്തോഷം പോകും. കർത്താവ് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ആമേൻ. പരിശുദ്ധാത്മാവ് എല്ലാവരും ശക്തീകരിക്കട്ടെ. അവൻ എല്ലാം കൂട്ടായ്മയ്ക്കായി സ്തോത്രം. കരം ഉയർത്തി ആസ്വാദം പറയാം. ആമേൻ. അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാം അടിയാതെ യഹോവയെ മനസ്സരിലുടയ മഹോന്നത പരനേ വന്ദനത്തിനക്കാമേ മനസ്സരിലുടയ മഹോന്നത പരനേ വന്ദനത്തിനക്കാമേ. എൻ മനമേ യഹോവയെ എന്റെ സർവ്വാന്തര വിശുദ്ധനാമത്തിൽ എൻ മനമേ യഹോവയെ ഒരു ഉപകാരങ്ങളും മറക്കുന്നുണ്ട്. കർത്താവായ യേശുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹം ആശംസിപ്പിച്ചുള്ള പരിശുദ്ധാത്മ സംസർക്കാവലും കൂട്ടായ്മയും പ്രാർത്ഥിച്ച കർമ്മശയുടെ പേരും ശിക്ഷയുടെയും സഭയുടെ പേരും ഈ പുതുവർഷത്തിന്റെ പേരും എല്ലാ കുടുംബങ്ങളുടെ പേരും അതേ കർത്താവെ എല്ലാ വിശുദ്ധന്മാരുടെ പേരും ഇത് കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഉണ്ടായിരിക്കുമാറാകട്ടെ. നൽകപ്പെട്ട കുഞ്ഞാളിന് ശക്തിയോടെ മകത്തോട് ഹല്ലേലൂയ. വേഗത്തിൽ തിരിച്ചു വന്ന് അവര് നിങ്ങൾക്ക് കരുതി വെച്ചിരിക്കുന്ന സ്പെഷ്യൽ ഗിഫ്റ്റുകൾ കൈമാറി നിങ്ങൾക്ക് കടന്നു പോകാം.
ഫുഡിന് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങ് താഴെ വന്നു പ്രാർത്ഥിക്കും.